everyone, welcome to Achieveboard. എല്ലാവർക്കും മക്കളെ Achieveboardന്റെ 7ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ യുവർ നാഫി. എന്തൊക്കെയാണ് വർത്താനം, സുഖല്ലേ? അപ്പോൾ നിങ്ങൾ USS എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിൽ USSുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് ചാപ്റ്ററിലെ മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത്, ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങൾ എന്നുള്ള 9ാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ USS എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ പഠിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? അപ്പോൾ നിങ്ങൾ USS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ 2 കാര്യം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ USS എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എത്ര വരെ പഠിച്ചു കഴിഞ്ഞു? നിങ്ങൾക്ക് USSന് ഏറ്റവും സിമ്പിളായി തോന്നുന്ന സബ്ജക്റ്റ് ഏതാണ്? USSന് ഏറ്റവും ടഫായി തോന്നുന്ന സബ്ജക്റ്റ് ഏതാണ്? ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതായത് നിങ്ങൾ USS എക്സാം എഴുതുന്നുണ്ടോ, USS എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഏറ്റവും സിമ്പിളായി തോന്നുന്ന സബ്ജക്റ്റ് ഏതാണ്, ഏറ്റവും ടഫായി തോന്നുന്ന സബ്ജക്റ്റ് ഏതാണ്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, USS എക്സാമിന് സോഷ്യൽ സയൻസിന് അത്യാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസിന് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നുള്ളത് എന്താടാ, USS എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാപ്സ് ആൻഡ് ടെക്നോളജി ടു നോ ദ എർത്ത്, ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങൾ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന് ഈ കളേഴ്സ് ആൻഡ് സയൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? ഓരോ ഭൂപടത്തിലെയും ചിഹ്നങ്ങളെ കുറിച്ചിട്ടും ആ ചിഹ്നങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങളെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. സോ ഇതിൽ നിന്ന് USSന് 1-2 ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഞാൻ ഉറപ്പ് തരുന്നു, നാഫി ഉറപ്പ് തരുന്നു, നാഫി ഉറപ്പ് തരുന്നു, 1-2 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, പച്ച നിറം എന്തിനാണ് കാണിക്കുക? നാച്ചുറൽ വെജിറ്റേഷൻ, അതായത് എന്താടാ, കാടിനെയും മറ്റിനൊക്കെ കാണിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പച്ച നിറം ഉപയോഗിക്കുന്നു. യെല്ലോ നിറം, മഞ്ഞ കളർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? അഗ്രികൾച്ചറൽ ലാൻഡ് അഥവാ കൃഷിയിടങ്ങളെ കാണിക്കാൻ നമ്മൾ മഞ്ഞ നിറം ഉപയോഗിക്കുന്നു. റെഡ് അഥവാ ചുവപ്പ് നിറം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? ഹാബിറ്റാറ്റ്സ് ആൻഡ് റോഡിലെ പാർപ്പിടങ്ങളും റോഡുകളും കാണിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ബ്ലാക്ക്, കറുപ്പ് നിറം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? റെയിൽവേ ലൈൻസ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്സ്, തീവണ്ടി പാതകൾ, അക്ഷാംശ പാതകൾ, രേഖാംശ രേഖകൾ അതൊക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. ബ്ലൂ കളർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? നീല നിറം, വാട്ടർ ബോഡീസ് അഥവാ ജലാശയങ്ങളെ കാണിക്കാനാ. ജലാശയങ്ങൾ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താടാ? ബ്ലൂ അഥവാ നീല നിറമാണ് കേട്ടോ. ബ്രൗൺ അഥവാ തവിട്ട് നിറം എന്താണ്? റോക്കി സർഫസ്, സാൻഡ് ഡ്യൂൺസ് ആൻഡ് മൗണ്ടൻസ് അല്ലെ, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ, ഇതൊക്കെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാടാ? യെസ്, ഏതാണ്? ബ്രൗൺ അഥവാ തവിട്ട് നിറമാണ് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ USS എക്സാമിന് പോകരുത്. നിറത്തിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. മാപ്പിൽ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ കളേഴ്സ് അല്ലെ, മാപ്പിൽ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന ഓരോ നിറത്തെക്കുറിച്ചിട്ടും എന്ത് ചെയ്യും? ചോദ്യം വരും. അതേപോലെ തന്നെയാണ് സിംബൽസ് അഥവാ ചിഹ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും എന്ത് ചെയ്യും? എക്സാമിന് USSന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നാമത് ഇതെന്താ? ടാറിട്ട റോഡിന്റെ ചിഹ്നമാണ്. റെയിൽവേ ലൈൻ, തീവണ്ടി പാതയുടെ ചിഹ്നമാണ്. അരുവിലെ കളകളം കായലോലങ്ങൾ പാടും തീരം, അരുവിയുടെ ചിഹ്നമാണ്. റിവർ അഥവാ നദിയുടെ ചിഹ്നമാണ്. ടെമ്പിൾ അഥവാ ക്ഷേത്രമുണ്ട്. മോസ്ക്, മുസ്ലിം പള്ളിയുണ്ട്. ഹാബിറ്റാറ്റ്സ്, പാർപ്പിടങ്ങളുണ്ട്. പോസ്റ്റ് ഓഫീസിന്റെ ചിഹ്നം നോക്കുക. വെല്ല്, കിണറിന്റെ ചിഹ്നം നോക്കുക. പോലീസ് സ്റ്റേഷന്റെ ചിഹ്നം നോക്കുക. ഫോർട്ട് അഥവാ കോട്ടയുടെ ചിഹ്നം നോക്കുക. ബ്രിഡ്ജ് അഥവാ പാലത്തിന്റെ ചിഹ്നം നോക്കുക. പോണ്ട് അഥവാ കുളത്തിന്റെ ചിഹ്നം നോക്കുക. ട്യൂബെൽ അഥവാ കുഴൽക്കിണറിന്റെ ചിഹ്നം നോക്കുക. സെമിത്തേരി അഥവാ ശ്മശാനത്തിന്റെ ചിഹ്നം, ഇത് ചേർച്ച് അഥവാ ക്രിസ്ത്യൻ പള്ളിയുടെ ചിഹ്നം കേട്ടോ. അപ്പൊ നിറങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ മക്കളെ നിങ്ങൾ എന്നും പഠിച്ചിരിക്കണം. സിംബൽസ് അഥവാ ചിഹ്നങ്ങളും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളുടെ USS എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളും നിങ്ങളുടെ പേരും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇത് USSന് ചോദിക്കാൻ ചാൻസ് ഉള്ള 2ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 ഓപ്ഷൻസ് നെക്സ്റ്റിൽ 3 ഓപ്ഷൻസ് തന്നിട്ടുള്ളൂ. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കളർ വെച്ചിട്ടുള്ള ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ USS എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അതേപോലെ തന്നെ ഇത് വേറൊരു, ഈ ചാപ്റ്ററിൽ നിന്നുള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരുപാട് ആളുകൾ USS എക്സാം എഴുതുന്നവരുണ്ടാവല്ലോ. അവർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ സെറ്റല്ലേ, റെഡി അല്ലേ, ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ജിൽജിലായിട്ട് പഠിക്കുക, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും USS കിട്ടട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ മക്കളോട് നിങ്ങളോട് പറയുന്നുള്ളൂ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം വായന വളരെ വളരെ അത്യാവശ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, ചില്ലാക്കുക, ഉഷാറാക്കുക. അപ്പോൾ നന്നായിട്ട് വായിക്കുക, ഉഷാറാക്കി പഠിക്കുക, സെറ്റാക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.